എങ്ങനെ മരിക്കാം അങ്ങനെയൊക്കെ. അപ്പം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ എന്തോ ഒരു ഡിസ്കഷൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സൂയിസൈഡ് ചെയ്താൽ നരകത്തിൽ പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി എന്തായാലും നരകത്തിൽ പോകണ്ട. അപ്പം ഞാൻ സൂയിസൈഡ് ചെയ്തു. അമ്മമാര് ഗർഭസ്ഥ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ അമ്മമാരുടെ ചിന്തകൾ മക്കളിലേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം വന്നേന്ന് എനിക്ക് മനസ്സിലായി. ഇത് വേണ്ട, ഞാൻ എന്നാ ഇത് ഈശോയ്ക്ക് തരുവാണെന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച ആ സമയത്ത് എന്റെ ദേഹത്ത് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. എന്റെ ബലഹീനതയിൽ എനിക്ക് ഈശോയെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടും പറ്റി. എനിക്ക് ഈ കഥയൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പൊ പിന്നെ ഞാൻ എന്റെ കഥ പറയുമ്പോൾ കുറച്ച് തുടക്കം തൊട്ട് പറയണമല്ലോ. അപ്പം എന്റെ ഏറ്റവും കുഞ്ഞിലെ തൊട്ടുള്ള എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹം മരിക്കാനാണ്. അപ്പൊ എന്നോട് ആരെങ്കിലും എന്റെ ഒരു അംബീഷൻ എന്താ അല്ലെങ്കിൽ വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം, അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ പറയും ഓക്കെ ഞാൻ എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല, എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ എപ്പോഴും എനിക്ക് മരിക്കണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിങ്ങനെ കൂടുതൽ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ മരിക്കാം അങ്ങനെയൊക്കെ. അപ്പം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ എന്തോ ഒരു ഡിസ്കഷൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സൂയിസൈഡ് ചെയ്താൽ നരകത്തിൽ പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി എന്തായാലും നരകത്തിൽ പോകണ്ട. അപ്പം ഞാൻ സൂയിസൈഡ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഇത് തന്നെ എങ്ങനെ മരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് എൻ്റെ ചിന്തകളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഞാനിങ്ങനെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കുറച്ച് അപ്പൻ ആ സമയത്ത് ഞങ്ങളെ എല്ലാ വർഷവും ഇങ്ങനെ ധ്യാനത്തിനൊക്കെ വിടുമായിരുന്നു. അപ്പൊ ധ്യാനത്തിൽ പിന്നെ എന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കൂട്ടുകാരൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. എനിക്ക് ഒത്തിരി കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് പേരുണ്ട് ഫാമിലി. പക്ഷെ എന്നെ അടുത്ത് പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. എന്റെ ഒരു ഈ ഫീലിംഗ് ഒന്നും എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. നമുക്ക് ആ പ്രായത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട്സ് ആണല്ലോ നമ്മുടെ ഒരു വലിയ ഇത്. അപ്പൊ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ എന്റെ ഒരു ഇങ്ങനെ ഓൾറെഡി ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആരെങ്കിലും അടിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ ഇനി ഇതും കൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടത്തില്ലേ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അപ്പനും അമ്മയാണ്. പക്ഷെ എങ്കിലും അപ്പൻ ഞങ്ങളോട് കളിക്കും, ഇരുന്ന് ചീട്ടൊക്കെ കളിക്കും, അങ്ങനെ ഭയങ്കര ഫ്രീ ആയിരുന്നു. പക്ഷെ ചില സമയത്ത് അപ്പൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒരൊറ്റ വാക്ക് മതി പെട്ടെന്ന് ദേഷ്യം വരും അപ്പൻ. അപ്പൊ ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ എനിക്കും അറിയത്തില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അപ്പം ഇതൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആരോടും ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് എൻ്റെ അമ്മ ഒരാഴ്ച എന്നോട് പറഞ്ഞു അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം സൂയിസൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു, ഇങ്ങനെ ചെയ്യാനുണ്ട്, ഇങ്ങനെ ട്രൈ ചെയ്തിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പോയ ധ്യാനത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മള് അമ്മമാര് ഗർഭസ്ഥ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ അമ്മമാരുടെ ചിന്തകൾ മക്കളിലേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവൻ ആ കാര്യം മനസ്സിലായെങ്കിൽ കൂടെ ഈ ഒരു ചിന്ത എനിക്ക് മാറിപ്പോകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും ഇതിപ്പോ പറയുമ്പോ അത് അത്ര എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും മനസ്സിലാവുന്നു. പക്ഷെ നമ്മൾ ബേസിക്കലി എന്തിനാണ് രാവിലെ എണീക്കുന്നതും നമ്മൾ നമ്മുടെ പഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ ചെയ്യുന്നത് ഒക്കെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തിനാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ജീവിക്കാനേ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥ അപ്പം എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ലൈഫിലൊക്കെ കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഒരു നല്ല നല്ല കുടുംബത്തിലാണ്. വേറെ പ്രശ്നങ്ങൾ പുറമേ ഒരാൾ നോക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും എനിക്ക് മരിക്കണം. അപ്പൊ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും എന്നെ ഒന്ന് എടുക്കണേ എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത്. അപ്പൊ എന്നാലും അടുത്ത ദിവസം രാവിലെ വീണ്ടും എണീക്കുന്നു. അപ്പം അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് ഞാൻ ഇച്ചിരി ക്ലോസ് ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ അനിയന്റെ അടുത്താണ്. അപ്പം 9-ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയി. അപ്പൊ എനിക്ക് അവന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാൻ ധ്യാനത്തിനൊക്കെ പോയ സമയത്ത് അവിടെയും എനിക്ക് ഫ്രണ്ട് ഒന്നുമില്ല. അപ്പൊ എനിക്ക് പോകാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അവർ പറയുമല്ലോ ആരോടും സംസാരിക്കരുത്, ധ്യാനത്തിന് പോകുമ്പോൾ മാക്സിമം പിള്ളേർ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഫ്രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവിടെ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് ഈശോയുമായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ പോയ സമയത്ത് എനിക്ക് ഫ്രണ്ടില്ല, എനിക്ക് വേറെ സംസാരിക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ എന്നും കിടക്കുന്നതിന് മുമ്പേ രാത്രി കുറെ നേരം ഈശോയോട് അങ്ങ് സംസാരിക്കും. ഇങ്ങനെ ഞാൻ എന്റെ ആൽബത്തിൽ ഈശോയുടെ ഒരു ക്രൂശിത ആ ഒരു മുഖം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ വിഷമൊക്കെ വരുമ്പോൾ ഞാൻ ഈശോയുടെ ആ മുഖം ഈശോയുടെ ഇതിൽ നോക്കി കുറെ അങ്ങ് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ എന്നെക്കാളും വിഷമം ഈശോ കരയുവാണല്ലോ.
ഞാൻ ഈശോയോട് പറയും, ഈശോ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഈശോ കരയണ്ട, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് രാവിലെ ഞങ്ങളുടെ സ്റ്റഡി ഹാളിൽ മാതാവിന്റെ ഒരു രൂപമുണ്ട്, അവിടെ ഒരു വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വചനപ്പെട്ടിയിൽ ഞാൻ പോയി എന്ത് വചനം എടുക്കുന്നു, അപ്പൊ എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള എന്തോ ഒരു റിപ്ലൈ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ ചില സമയത്തൊക്കെ എനിക്ക് തോന്നും, എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. പക്ഷെ ഈ ബന്ധം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും ഈശോ പറയും, എന്നോട് തിരിച്ച് പറയുന്ന പോലെ എനിക്ക് അനുഭവിക്കുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ എപ്പോഴും പഠിക്കുന്നതിന് മുന്നേ പഠിക്കുന്ന ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ എത്തി ഹോസ്റ്റലിൽ തന്നെ. അപ്പം ഞങ്ങളുടെ അടുത്തൊരു ഞങ്ങളുടെ ഒരു കോൺവെന്റ് സ്കൂളാണ്. അപ്പൊ അതിന്റെ അടുത്തൊരു വലിയ പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിൽ ജൂബിലി വലിയൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേയിൽ ഒരു ഫംഗ്ഷൻ എന്റെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്, ഒരു മീറ്റിംഗ്. അപ്പൊ അന്ന് ഞാൻ എന്റെ ഹോസ്റ്റലിന്റെ ഒരു സ്കൂളിന്റെ വരാന്തയിൽ, അപ്പൊ ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും പോകണം, നമുക്കെല്ലാം പോവായിരുന്നു. അപ്പൊ ഞാൻ ഓർമ്മയുണ്ട് ഇപ്പോഴും യൂണിഫോം ഒക്കെ ഇട്ട് ഏറ്റവും ബാക്കിൽ സ്കൂളിന് വരാന്തയിൽ പോയി നിൽക്കുകയാണ്. അപ്പം ഒരച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് അച്ഛനൊരു കഥ പറഞ്ഞു. കഥ ഇതാണ്, അയാളുടെ പേര് ടോം എന്നായിരുന്നു. അപ്പൊ അയാൾ ഭയങ്കര പാവപ്പെട്ട ഒരാളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഒരു ദിവസം വീടിന്റെ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ അയാളെ നെയ്ബർ, അയാൾ ഭയങ്കര സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അയാളുടെ ഒരു കസേര കളയുവാണ്. അപ്പൊ ഈ ടോം നോക്കുമ്പോൾ ഈ കസേരയുടെ ഒരു കാലേ ഒടിഞ്ഞിട്ടുള്ളൂ. അവന്റെ വീട്ടിലാണെങ്കിൽ ഒരു കസേര പോലും ഇല്ല. അപ്പം അവൻ ഇയാളുടെ അടുത്ത് പോയി ചോദിക്കും, നിങ്ങൾ എന്തായാലും ഇത് കളയുമല്ലേ, നിങ്ങൾ ഇത് എനിക്ക് തന്നൂടെ? അപ്പം എന്താ പറയുന്നേ, അപ്പം ടോം ആണെങ്കിൽ അപ്പൊ അയാൾക്ക് ഇത് ചോദിച്ചു തൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അയാൾ ആ കസേര അങ്ങ് നശിപ്പിച്ച് കളയും. അപ്പൊ ഇവന് ഭയങ്കര വിഷമമാവും. എന്നാലും ഇവൻ പിന്നെ അങ്ങ് പോകും. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ മുമ്പോട്ട് പോയി. അവനാണെങ്കിൽ ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം വന്നപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ കയറൊക്കെ കെട്ടി ഇങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്ത് അവൻ ഈ ഒരു സംഭവം അവന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുവാണ്. എന്നിട്ട് അവിടെ ഈശോ നിന്നിട്ട് അവനോട് ചോദിക്കുവാണ്. അപ്പൊ അവനത് ഫീൽ ചെയ്യാൻ, നിനക്ക് എന്തായാലും ഇത് വേണ്ട, നീ ഇത് കളയാൻ പോവല്ലേ, നിനക്കിത് എനിക്ക് തന്നൂടെയെന്ന്. അതാണ് പറയുന്നത്. അപ്പം ഞാൻ അത് കേട്ട് ഏറ്റവും ഹാപ്പി, അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ ഞാൻ ഓർത്തു, ഓക്കെ, എനിക്ക് എന്തായാലും ഇത് വേണ്ട, ഞാൻ എന്നാ ഇത് ഈശോയ്ക്ക് തരുവാണെന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച ആ സമയത്ത് എന്റെ ദേഹത്ത് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് എനിക്ക് 15 വയസ്സ്. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് മരിക്കണം എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് ഫുള്ളായിട്ട് പോയി. ഞാൻ ഫുള്ളായിട്ട് എനിക്ക് ജീവിക്കുക. അപ്പൊ എനിക്ക് ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. അതാണ് എനിക്ക് ഈശോ തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണത്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നല്ലതായിട്ട് ജീവിച്ചു എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും നല്ല രീതിയിൽ വഴിതെറ്റിപ്പോയത്. അപ്പം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എന്റെ ലൈഫ് മൊത്തം മാറി. എനിക്ക് ഫ്രണ്ട്സായി, കൂട്ടുകാരായി. ഞാൻ ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞ ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം തോന്നുന്ന അത്രയും നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ കിട്ടുമെന്ന്. പക്ഷെ അപ്പം ഞാൻ ഓർത്ത് എല്ലാവരോടും ഇതൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ല. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിങ്ങനെ ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചാൽ എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നിട്ട് ഞാൻ ചിലപ്പോൾ പഠിക്കത്തൊന്നുമില്ല. പരീക്ഷയ്ക്ക് പോയി എനിക്ക് അതുപോലെ എഴുതാൻ പറ്റും. പക്ഷെ അപ്പൊ എന്നോടൊക്കെ ചില ചോദിച്ചിട്ടുണ്ടെന്ന്, എനിക്ക് അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എങ്ങനെയായി. പക്ഷെ അവിടെ ഈശോ എന്താ പറയുന്നത്, ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് 5 മിനിറ്റ് കൂടുതൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പഠിക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ എന്റെ ശ്രദ്ധ എപ്പോഴും പോവും. എന്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ബുക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും അതിന്റെ മുമ്പിൽ. ചില സമയത്ത് ഒരു 3 ദിവസം 5 ദിവസം വരെ ഒരേ പേജ് വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അപ്പം വന്നിട്ട് പേജ് മറിച്ചിടും, ഇനി ഈ പേജ് കണ്ട് സ്വപ്നം കാണാൻ. അപ്പൊ എല്ലാരും ഇതിനെ കണക്കാക്കിയിരിക്കുന്ന ഒരു മടിയായിട്ടായിരുന്നു. ആക്ച്വലി മടി കൊണ്ടല്ല, എനിക്കിങ്ങനെ പിന്നെ ടീച്ചർ ക്ലാസ്സിൽ നോട്ടൊക്കെ എഴുതി പറയുമ്പോഴേക്കും ഞാൻ എഴുതി തുടങ്ങും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിട്ടുപോകും. അപ്പൊ എന്നെ ഒരു നോട്ടും എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല. അങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു അറ്റൻഷന്റെ സംഭവം തീരെയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയിൽ ഭയങ്കരമായിട്ട് ആശ്രയിക്കുമായിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് പറ്റത്തില്ല, എനിക്ക് ഇരുന്ന് ഒരു സ്ഥലം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരാൾ എന്നെ പറഞ്ഞു തന്നാൽ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായി പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ല. അപ്പം ഞാൻ എന്റെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് അത് കഴിഞ്ഞിട്ടും ഞാൻ +1 +2 കോളേജിലൊക്കെ പോയ സമയത്ത് ഞാൻ ജ്ഞാനം 9 പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പം എന്നോട് എന്റെ അപ്പനൊരു ജ്ഞാനത്തിന് പോയപ്പോൾ അപ്പനോട് അവിടെ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ജ്ഞാനം 9 എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ജ്ഞാനം 9 വായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും ഇതേ സെയിം വായിക്കേണ്ടതുകൊണ്ട് ഞാൻ അത് കാണാതെ പഠിച്ചു. കുറച്ച് കഴിഞ്ഞ് ഇത് പറയുന്നതിന് പകരം ഇത് എഴുതാൻ തുടങ്ങി. അപ്പൊ ഒരു പ്രാവശ്യം പഠിക്കുന്നതിന് മുമ്പ് ഫുൾ ജ്ഞാനം 9 എഴുതും.
അത് കഴിഞ്ഞിട്ട് പിന്നെ സുവിശേഷം. ഇതാണ് എന്റെ മെയിൻ ഒരു താല്പര്യമുള്ളത്. അപ്പൊ സുവിശേഷം എല്ലാ ദിവസവും വായിക്കും. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ സമയം പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കവർ പേജ്, പ്രീഫേസ്, ഇത് എല്ലാം വായിച്ച് ഫസ്റ്റ് പേജ് എത്തുമ്പോഴേക്കും എന്റെ ഇത് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ പഠിച്ച ഒരാൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ആവാം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. എന്റെ അപ്പൻ എപ്പോഴും ചോദിക്കും, ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ ഞാനും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചേനെ. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്ന ഈശോ ആണ് എനിക്ക് ആ ഒരു, അതായത് ഞാൻ പഠിച്ചതിന്റെ ഒന്നും അല്ല, ഈശോ ആണ് അതിലൂടെ എന്നെ, എനിക്ക് അവിടെ ഒരു കുറവുണ്ടായിരുന്നെങ്കിലും ഈശോയില് ഭയങ്കരമായിട്ട് ആശ്രയിക്കാൻ. അപ്പം എല്ലാരും ഇപ്പൊ പരീക്ഷയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് എന്നാ ശരി കുറച്ച് പ്രാർത്ഥിക്കണ്ട, ഇതിൽ കുറച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിയിൽ പോകണ്ട, അത് കട്ട് ചെയ്യും. പക്ഷെ ഞാൻ എന്തായാലും പരീക്ഷ വരുമ്പോൾ ഇതൊക്കെ എന്തായാലും ചെയ്തോണ്ട്, കാരണം എന്നെ കൊണ്ട് എന്തായാലും ഇതൊന്നും പറ്റത്തില്ല എന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇരുന്ന് പഠിക്കാൻ, പിന്നെ നമുക്ക് ആ ടെൻഷൻ വരുമ്പം കൂടുതൽ സമയം ഇരുന്ന് വായിക്കാനുള്ള ഒരു, നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് വായിച്ചാലും നമുക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. ഭയങ്കര സ്ട്രെസ് വന്നിട്ട് വായിക്കുന്ന സംഭവം ഒന്നും തലേ കയറത്തില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അത് അപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഈശോയോട് പറയും, ഈശോയെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എണീക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്, പക്ഷെ ഒരു ഭയങ്കര സമാധാനം. ആ സമയത്ത് നമ്മൾ കുറെ വായിക്കുമ്പോൾ അതെല്ലാം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, ശരിക്കും എനിക്ക് ഒത്തിരി മാർക്കൊന്നും, നല്ല മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇതൊന്നും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എല്ലാ പരീക്ഷയും ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പം അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പം ഇതിലൂടെയൊക്കെ എനിക്ക് ആക്ച്വലി ഈശോയിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ, അതായത് എന്റെ ബലഹീനതയിൽ എനിക്ക് ഈശോയെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടും പറ്റി. ഇന്ന് ഈ മീറ്റിംഗ്, ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഒച്ചയില്ല, ചുമ കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയും നേരം എനിക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിച്ചു, ഇത്രയും പേരുടെ മുമ്പിൽ പോയി ഞാൻ എങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ ഈശോയോട് പറയാം, ഈശോ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്, നീ ശബ്ദം തരും. ഞാനിങ്ങനെ വചനം പറയും, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാനത് ഇന്ന് ഈ പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ചുമ വന്നിട്ടില്ല. അപ്പം ഞാൻ പറയാം, അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഈശോയെ എന്താ പറയുക, ഇങ്ങനെ മുറുകെ പിടിക്കാൻ. എന്നിട്ട് ഈ സംഭവം എന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ അന്ന് ഈശോയ്ക്ക് എന്റെ ജീവിതം കൊടുത്തെങ്കിലും പിന്നെ വീണ്ടും അവിടം വരെ എത്താൻ ഈശോയ്ക്ക് ഒരു 20 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഇങ്ങനെ മാറിപ്പോയിരിക്കുവായിരുന്നു, ഈശോയിൽ നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഫ്രണ്ട്സായി, പിന്നെ പിന്നെ ഈശോയുടെ പ്രയോറിറ്റി, പിന്നെ എന്റെ ലൈഫിൽ ശരിക്കും ആ ഒരു 1ാം സ്ഥാനം മാറിയത്, ഞാൻ ഒരാളെ എന്താ പറയുന്നത്, എന്റെ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി. ആ സമയത്താണ് ഫസ്റ്റ് ഈശോയെന്ന് ഞാൻ ഈശോയുടെ ഉള്ള ആ ഒരു 1ാമത്തെ സ്ഥാനം മാറിപ്പോയത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കൊരു ബോധ്യം ഈശോ തന്നെ. ഈശോയെന്ന് ഞാൻ അകന്നു പോയപ്പം ഈശോ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ഈശോ അപ്പോഴും വിശ്വസ്തനായിരുന്നു. കാരണം എനിക്കൊരു അതിൽ പല അനുഭവങ്ങളും ഉണ്ട്, പക്ഷെ ഒരനുഭവം പ്രത്യേകിച്ചും ഞാൻ പറയുന്നത്, എനിക്കൊരു 24-25 വയസ്സ് പ്രായമുള്ളപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, അന്ന് എനിക്ക് ജോലിയുണ്ട്, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ വീട് കോഴിക്കോടാണ്, കൊയിലാണ്ടി. അപ്പം അവിടെ നിന്ന് ഞാൻ കണ്ണൂർ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകണം. അപ്പം എന്റെ അപ്പനും അമ്മ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട. അപ്പം ഞാൻ അന്നൊരു ഭയങ്കര അഹങ്കാരിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ അന്ന് ജോലിയുണ്ട്, പൈസ ഉണ്ട്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പോയി ഞാൻ അവിടുത്തെ പ്രൈവറ്റ് ബസ്സൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ബസ്സിൽ കയറി, ആദ്യം എനിക്ക് സീറ്റ് കിട്ടിയില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പം ഡ്രൈവറിന്റെ ബാക്കിലത്തെ സീറ്റിൽ ഒരു ഇത് വന്നു, ഒരു സീറ്റ്, 3 സീറ്റ് വേക്കന്റ് ആയി. അപ്പം ഞാൻ എപ്പോഴും വിൻഡോ സീറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം ബസ്സിൽ കയറി എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വരുന്നതാണ് വിൻഡോസ്. പക്ഷെ അന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, വിൻഡോ സീറ്റ് എടുക്കണ്ട, ഇപ്പുറത്തെ സീറ്റ്. അപ്പൊ ഞാൻ ഇപ്പുറത്തെ അറ്റത്ത് പോയിരുന്നു. അപ്പൊ ഡ്രൈവറിന്റെ ബാക്കിലെ സീറ്റാണ്, 3 സീറ്റ് ഉണ്ട്. അപ്പൊ എന്റെ കൂടെ 2 നല്ല കുറച്ച് തടിയുള്ള ആൾക്കാർ, അമ്മയും മോളും വന്നിരുന്നു. ഞാൻ എന്നിട്ട് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എണീക്കുമ്പോൾ ഞാൻ നിലത്ത് കിടക്കുവാണ്. അതായത് എന്റെ സീറ്റിന്റെ ഇപ്പുറത്തെ സ്റ്റെപ്പാണല്ലോ, അപ്പൊ ആ സ്റ്റെപ്പിന്റെ അവിടെ കിടക്കുവാണ്. കിടന്നു. എന്റെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ ഡ്രൈവർ കിടപ്പുണ്ട്, പുള്ളി ബോധം കെട്ട് കിടപ്പുണ്ട്, വേറെ ആരുമില്ല, ബസ്സിലുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ എത്ര നേരം ഞാൻ അവിടെ കിടന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എണീക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു ഉറക്കത്തിൽ നിന്നൊക്കെ ബെഡിൽ നിന്ന് എണീക്കുന്ന പോലെയാണ് എണീക്കുന്നത്. അപ്പം എന്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്, എന്റെ ദേഹത്ത് ചോരയുണ്ട്. അപ്പൊ എന്റെ ഹാൻഡ് ബാഗ് എന്റെ അകത്ത്, അല്ല എന്റെ പേഴ്സ് കാണുന്നില്ല, പേഴ്സ് ഫോണും വേറൊരു ബാഗിലാണ്. അപ്പൊ അത് വെളിയിൽ നോക്കുമ്പോൾ വെളിയിൽ കിടപ്പുണ്ട്. ഞാൻ എണീറ്റ് പോയി എടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഫോൺ എടുത്ത് ഫ്രണ്ട് ക്യാമിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഗ്ലാസ് കയറി ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുക, ഈ പിരിത്തിന് ഇവിടുന്ന് കട്ടായിട്ട് സ്കിൻ ഇങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പൊ അത് കണ്ടപ്പോൾ ആൾക്കാർക്കൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പൊ ഞാൻ പിന്നെ അവിടുന്ന് ഒരു ക്ലിനിക്കിലോട്ട് പോയി. അവിടുന്ന് അപ്പനും അമ്മയും വന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആസ്റ്ററിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്
അമ്മ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അപ്പൊ ഞാൻ ഈ വിൻഡോ സീറ്റിൽ ഇരുന്ന ആ ഒരു പെണ്ണ് ഒരു 10-30 വയസ്സുള്ള ഒരു ചേച്ചിയായിരിക്കും. അപ്പൊ ആ ചേച്ചിയെ അവിടെ കൊണ്ടുവന്നു. ആ ചേച്ചിയുടെ കണ്ണില് ഗ്ലാസ് കയറി, കണ്ണിലാണ് ഇത് കയറിയത്. എന്നിട്ട് ആ കണ്ണ് ഞാൻ എന്റെ അപ്പനും അമ്മയൊക്കെ അതുവരെ അവരിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളുടെ മോൾക്ക് ഇത് പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് കണ്ടപ്പോഴേക്കും ഈശോ നമ്മുടെ മുമ്പിൽ, അതായത് അവർ ഓൾറെഡി 2 ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ്, അവർക്ക് കണ്ണിന് ഇതായിട്ട് എവിടെ നിന്ന് പറഞ്ഞു വിട്ടാണ് ഈ ഹോസ്പിറ്റലിലോട്ട്. അവരെ നമ്മുടെ മുമ്പിൽ അവരെ കാണിച്ചു തന്നാണ് ഈശോ. ഓക്കെ, ഞാൻ നിന്നെ സംരക്ഷിച്ചതായിരുന്നു, ഞാൻ നിന്നെ. അപ്പൊ ഭയങ്കരമായിട്ട് അപ്പൊ ഈശോയില് നമ്മള് എന്താ പറയുന്നത്, ഞാൻ മനസ്സിലാക്കി എന്റെ ലൈഫിൽ നിന്ന് എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി, നമ്മൾ വിശ്വസ്തനല്ലെങ്കിൽ പോലും ഈശോ ഈശോ ഞാൻ ആ 15-ാമത്തെ വയസ്സിൽ ഈശോയുടെ എന്താ പറഞ്ഞത്, അവിടെയാണ് ഈശോ നിൽക്കുന്നത് ഇപ്പോഴും. അല്ലാതെ ഞാനാണ് പലപ്പോഴും പാപം ചെയ്ത് ഇങ്ങനെ ആദമോ ഹവ്വയോ ഒളിച്ചിരുന്ന പോലെ പോയി. എനിക്ക് ഈശോ എന്നെ ഒരിക്കലും അകന്നിരുന്നിട്ടില്ല. ഈശോയുടെ എപ്പോഴും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പിന്നെ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ലോ പോയിന്റിലെത്തിയത് എന്റെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചപ്പോഴാണ്. അതിപ്പോ ഞാൻ ആലോചിക്കും ഓക്കെ. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുന്നത്, ഞാൻ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിൽക്കുവാണ്, കോട്ടയത്തിന് ബസ് കയറി പോവാൻ. അപ്പൊ എന്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ട്. അപ്പം അപ്പന്റെ അമ്മയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, അപ്പം എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നില്ല, എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്, ഫുൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കരച്ചിൽ നിർത്തിയിട്ട് വേണമല്ലോ ബസ്സിൽ കയറി പോകാനായിട്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. അപ്പൊ ഞാൻ ആ പള്ളി കയറി ബൈബിളൊക്കെ തുറന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നില്ല, എന്റെ കണ്ണുനീര് കാരണം. പിന്നെ ഞാൻ ആ ബൈബിളൊക്കെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു, കുറെ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഇത് നിന്നു, കരച്ചിൽ നിന്നു, ബസ്സിൽ കയറി ഞാൻ പോയി. പക്ഷെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് കഴിഞ്ഞ പിന്നെ എനിക്ക് വീണ്ടും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അത് കഴിഞ്ഞ ഒരു മാസം അത് കഴിഞ്ഞ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അപ്പനും അമ്മയും എന്നെ അണക്കരയിൽ കൊണ്ടുപോയി. അണക്കരയില് അവിടുത്തെ ഡെലിവറൻസ് പ്രയറിൽ നിന്ന് എനിക്ക് ഭയങ്കര ഒരു അനുഭവം കിട്ടി. അത് കഴിഞ്ഞ് അച്ഛൻ തലേ കൈവച്ചു. ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് എന്റെ കല്യാണം ആവുന്നത്. അപ്പം ഇത്രയും എന്താ പറയുന്നത്, ഞാൻ ഒട്ടും സ്വപ്നത്തിൽ പോലും ഇമാജിൻ ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഒരാളെ, അതായത് ഗൾഫിൽ എനിക്ക് പോകണ്ട, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല, ഈശോ എനിക്ക് വേണ്ടി സെറ്റാക്കിയ സംഭവം ഈശോ എനിക്ക് കൊണ്ടു തന്നു. അത് ആ സമയത്ത് ഈശോ എനിക്ക് കൊണ്ടുതരാനും പിന്നെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോഴും. അപ്പൊ എനിക്കറിയത്തില്ല എനിക്ക് ഇയാളെയാണോ കെട്ടണ്ടേ, പക്ഷെ എന്നോട് ഈശോ ഇത് തന്നെയാണ് നിനക്ക് ഞാൻ തന്നേക്കുന്ന ഇതാണ്. എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഡൗട്ട്, എനിക്ക് ഗൾഫിൽ പോകണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ഈശോ എന്നോട് എപ്പോഴും ഇത് തന്നെയാണ് നിനക്കുള്ളത്, ഇതാണെന്നുള്ള രീതിയിൽ ഈശോ ആ ഒരു ക്ലാരിറ്റി. ഞാൻ ഡൗട്ട് പലപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈശോ വേണ്ട, ഒന്നും ആലോചിക്കണം, ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്റെ ലൈഫ് അത്രയും നാളും ഞാൻ അനുഭവിക്കാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്റെ ഹസ്ബൻഡ്, എന്റെ കുടുംബം. എന്താ പറയുക, എനിക്ക് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും, പണ്ട് ഇല്ലാഞ്ഞ പല കാര്യങ്ങളും, അതായത് അതൊക്കെ എനിക്കിപ്പം കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്, അതുകൊണ്ട് ഈ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ഈശോ, ഞാൻ വായിക്കുന്ന ബൈബിളിൽ ഈശോ എന്തായാലും കരയുന്നുണ്ടല്ലോ, ഈശോ കരയുന്നെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്കും കരയാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കരയുമ്പോൾ ഈശോയുടെ കൂടെ ഇരുന്ന് കരയണമെന്നേ ഉള്ളൂ, ഈശോയുടെ ചേർന്ന്. കാരണം നമ്മളെക്കാളും കൂടുതൽ ഈശോ ഇപ്പൊ കരയുന്നുണ്ട് നമുക്ക് വേണ്ടി. അപ്പൊ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഇന്നലെ ആണെങ്കിൽ തന്നെ ഞാനിപ്പോ ഖത്തറിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ മിസൈലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ലൈറ്റ് ആയിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, ഇനി മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റുമോ, ഞാൻ ഈശോയോട് ഒരു ചാൻസ്. ഞാനിതൊന്ന് പറഞ്ഞിട്ട് എന്റെ എന്തായാലും ഇത്രയും നാളത്ത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത് ഒരു ഷെയറിങ് ചെയ്യാൻ. അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് മിസൈലൊന്നും വീഴല്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പം. അങ്ങനെ. ചേച്ചി താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ ഷെയറിങ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു കേട്ടോ. ചേച്ചി ഇങ്ങനെ ആദ്യമേ തുടക്കത്തിൽ ഒരു കഥ സൊല്ലട്ടുമാന്ന് കേട്ടപ്പോൾ ഇത്രയും വലിയ കഥയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചേച്ചിയുടെ ഈ അനുഭവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ഇങ്ങനെ കോർത്തിണക്കാൻ പറ്റും. എനിക്ക് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നണേ ചേച്ചീനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വചനം എനിക്ക് തോന്നുന്നത് ഏശി 54:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ഇപ്പൊ ചേച്ചീനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കണ പോലെ നമ്മളെല്ലാരും ഈശോയുടെ സ്നേഹത്താൽ ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി വിഷമങ്ങളും എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ നിന്നെല്ലാം ഈശോ നമ്മളിങ്ങനെ പൊക്കി എടുത്തോണ്ട് വരും. ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോണ്ടേയിരിക്കും.